നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴയെ തൊട്ടറിഞ്ഞ ട്വിന്നിംഗ് പ്രോഗ്രാം ശ്രദ്ധേയമായി. സാമൂഹ്യ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും പൊതുസമ്മേളനവും മെയ് 4 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ലാപ്ടോപ്പിന്റെയും പഠനോപകരണങ്ങളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിലെ ജലയാനങ്ങൾക്ക് നിയമപിൻബലം കിട്ടുന്നില്ല എന്ന് ഹൗസ് ബോട്ട് ഓണേഴ്സ് പ്രതിനിധികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി EP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴയെ തൊട്ടറിഞ്ഞ ട്വിന്നിംഗ് പ്രോഗ്രാം ശ്രദ്ധേയമായി. സാമൂഹിക ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. റാന്നി BRCയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആലപ്പുഴ BRCയിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും കാണാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ആസ്വദിക്കാനും ബീച്ചും സമീപ സ്ഥലങ്ങളും കണ്ടാസ്വദിക്കാനുമായി നടത്തിയ ട്വിന്നിംഗ് പ്രോഗ്രാം 60ഓളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. സാമൂഹ്യ ഉൾച്ചേരൽ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കുട്ടികളെ പുറം ലോകത്തെത്തിച്ച് അവർക്ക് മാനസികോല്ലാസം നൽകാനാണ് പരിപാടി സംഘടിപ്പിച്ചത്. H. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവുകൾ തേടുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യ സമൂഹം ആർജിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ അറിവുകൾ അത് മറ്റു മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും വിവേകമുള്ള ജീവിയായ മനുഷ്യർക്ക് സാമൂഹ്യ ജീവികൾ കണക്കാക്കപ്പെടുമ്പോൾ നിശ്ചയമായും ഈ കൈമാറ്റം തന്നെയാണ് അടിസ്ഥാനപരമായി നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ കുട്ടികൾക്ക് ചില തരത്തിലേക്ക് നമ്മുടെ പരിമിതികളുണ്ടെങ്കിലും ഓരോ കുട്ടിയുമുള്ള പരിമിതി മാത്രം നമ്മൾ മനസ്സിൽ കയറാതെ ആ കുട്ടികളിലുള്ള കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ശാസ്ത്രീയമായി നമുക്ക് നമ്മുടെ പരിമിതിയെ കുറയ്ക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓരോ കുഞ്ഞിനും ഓരോ കഴിവുകളുണ്ടായിരിക്കും. കുറവുള്ളപ്പോൾ തന്നെ കഴിവുകൾ നിശ്ചയമായിട്ടുണ്ടായിരിക്കും. ഞാനിത് നിങ്ങളടുത്ത് പറയുന്നത് MLA-മാരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ നമ്മുടെ മനീഷ് മുതുകാടിൻ്റെ സ്കൂളിലെ കുട്ടികളുടെ 2 മണിക്കൂർ നീളുന്ന കലാപരിപാടി അവതരിപ്പിക്കുന്നു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് തന്നെ അത് സ്പോൺസർ ചെയ്ത് ഡൽഹിയിൽ 25 കുട്ടികളെ കൊണ്ട് ഡൽഹിയിൽ പോയി അവതരിപ്പിച്ച പരിപാടി, അതേ പരിപാടികൾ തന്നെ നിയമസഭാ കോൺഗ്രസിലെ ഓഡിറ്റോറിയത്തിൽ അവർ MLA-മാർ അല്ലാതെ ഉള്ളവരുണ്ടായിരുന്നു, എല്ലാവർക്കും കൂടി അവതരിപ്പിച്ചു. ആ പരിപാടിയുടെ അവതരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പലതരത്തിൽ പരിമിതികളുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഒരു കുട്ടിക്ക് ഒരു പരിമിതി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മറ്റൊരു കഴിവുണ്ട് എന്ന് കണ്ടെത്തുകയും അത് പ്രോത്സാഹിപ്പിച്ച് പരിപോഷിപ്പിച്ച് അത് പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടി ഏതെങ്കിലും നല്ല തരത്തിൽ അവർ പ്രാക്ടീസ് ചെയ്ത നല്ലൊരു വാദ്യോപകരണം വായിക്കും. കളർകോട് ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ R. വിനീത അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ MS. വിനോദ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ S. മനു, ആലപ്പുഴ BPC സന്ദീപ് ഉണ്ണികൃഷ്ണൻ, റാന്നി BPC ഷാജി S. സലാം, സ്കൂൾ പ്രധാനാധ്യാപിക ശാലിനി, ട്രെയിനർ നവാസ്, അമ്മു വർഗീസ്, രക്ഷകർത്തൃ പ്രതിനിധി റജീന ബീഗം എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി മജീഷ്യൻ ദീപുരാജ് ആലപ്പുഴയുടെ വിമാ ഷോ, സാക്സോഫോൺ മാന്ത്രികൻ മനോജ് സ്വാമിയുടെ മാജിക് സംഗീത വിരുന്ന്, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും പൊതുസമ്മേളനവും മെയ് 4 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്.
അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിരോദ്ഘാടനം ഈ മാസം 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ ആസ്ഥാന മന്ദിരം ഈ മാസം മെയ് മാസം 4-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ M. സംഗീത് കുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുന്ന യോഗത്തിൽ മുഖ്യ പ്രഭാഷണവും താലൂക്ക് യൂണിയൻ മന്ദിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആചാര്യൻ്റെ ഫോട്ടോ അനാച്ഛാദനവും ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗം രജിസ്ട്രാർ ശ്രീ VV ശശിധരൻ നായർ അവർ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തുന്നു. പ്രസ്തുത യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D. ഗംഗാധരൻ നായർ സ്വാഗതവും താലൂക്ക് വനിതാ യൂണിയൻ കൊട്ടാരപ്പാലത്തിന് സമീപം 1 ഏക്കർ 7 സെന്റ് സ്ഥലത്ത് ഓഡിറ്റോറിയവും 2 ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടങ്ങുന്നതാണ് പുതിയ മന്ദിരം. ഞായറാഴ്ച രാവിലെ 10-ന് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനം NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രാജഗോപാല പണിക്കർ ചടങ്ങിൽ അധ്യക്ഷനാകും. യൂണിയന്റെ നവതി വർഷത്തിൽ 3-ാം ഘട്ട ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. രാജഗോപാല പണിക്കർ, വൈസ് പ്രസിഡന്റ് D. ഗംഗാധരൻ നായർ, സെക്രട്ടറി ജയമോഹൻ, R. ഹരിദാസ്, TK ഹരികുമാർ, TC രാധാമോഹൻ, R. രാജ്മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ലാപ്ടോപ്പിന്റെയും പഠനോപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന 5 കുട്ടികൾക്ക് 4 ലക്ഷം രൂപ ചെലവിലാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. 50 വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം രൂപ ചെലവിൽ മേശയും കസാരയും 6.5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. H. സലാം MLA ഉപകരണങ്ങളുടെയും സ്കോളർഷിപ്പിന്റെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ, പ്രാക്ടിക്കലി നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് തയ്യാറാക്കാനും അംഗീകാരം മേടിക്കാനും സമയബന്ധിതമായി ഇത് വിതരണം ചെയ്യാനും ഒക്കെ നിശ്ചയമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അത് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന പണം നമ്മുടെ നോർത്ത് പഞ്ചായത്തും നമ്മുടെ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ പഞ്ചായത്തും SC വിഭാഗത്തിന് അലോട്ട് ചെയ്യപ്പെടുന്ന പണം ഏതാണ്ട് പൂർണ്ണമായി ചെലവഴിക്കുന്ന രീതിയിൽ തന്നെയാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒരു പൈസ പോലും ഇതുവരേക്കുമുള്ള ഒരു അനുഭവം നോക്കിയാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ജനവിഭാഗത്തിന് നൽകാൻ ഗവൺമെന്റ് പ്ലാൻ ഫണ്ടായി കൊടുക്കുന്ന മുഴുവൻ പണവും, അതില് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ 2-3 പഞ്ചായത്തുകൾ അലോട്ട് ചെയ്യപ്പെട്ട SC വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് മാറ്റിവെക്കേണ്ട പണത്തെക്കാൾ കൂടുതൽ പണം ഈ ജനവിഭാഗത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പഞ്ചായത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഏറ്റവും പരിഗണന നൽകേണ്ടതാ ജനവിഭാഗങ്ങളുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതിനോട് അങ്ങേയറ്റത്തെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്ന പഞ്ചായത്ത് ഭരണ സംവിധാനമാണ് നമുക്കുള്ളത്. അതിൽ ഓരോ പഞ്ചായത്ത് മെമ്പർമാരും വളരെ ആത്മാർത്ഥമായി ആ പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പദ്ധതികളുടെ തയ്യാറാക്കലും അംഗീകാരം വാങ്ങലും നടപ്പാക്കലും എല്ലാം സ്വാഭാവികമായി ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വ ഉദ്യോഗസ്ഥ ടീം, അതുപോലെ ഇതിനുവേണ്ടി പ്രത്യേകമായി വിദ്യാഭ്യാസ രംഗത്ത് നിർവഹിക്കാൻ നിശ്ചയിക്കപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥ, ഇവിടുത്തെ HM പ്രാവശ്യം നിർവഹണ ഉദ്യോഗസ്ഥ, അവരെല്ലാം ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ മാത്രമല്ല ഈ പദ്ധതികളെല്ലാം ഒരു ചെറിയ പൈസ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കണം എന്ന നിലപാടോടുകൂടി താല്പര്യത്തോടുകൂടി തന്നെ അതെല്ലാം ഔദ്യോഗികമായ ചുമതലയാണെങ്കിലും അതെല്ലാം ഭംഗിയായി മനോഹരമായി ചെയ്യാൻ പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരും കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നീർക്കുന്നം SDV സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖാമോൾ സനിൽ, അംഗങ്ങളായ റസിയ BV, ജയപ്രകാശ്, SC പ്രൊമോട്ടർ ജീതു പ്രവീൺ, പഞ്ചായത്ത് സെക്രട്ടറി K. ജയന്തി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A. നദീറ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
ആലപ്പുഴയിലെ ജലയാനങ്ങൾക്ക് നിയമ പിൻബലം കിട്ടുന്നില്ല എന്ന് ഹൗസ് ബോട്ട് ഓണേഴ്സ് പ്രതിനിധികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇങ്ങനെ ആരോപിച്ചത്. ഉൾനാടൻ ജലഗതാഗത നിയമം പ്രാബല്യത്തിൽ വന്നിട്ടും ആലപ്പുഴയിലെ ജലയാനങ്ങൾക്ക് നിയമ പിൻബലം കിട്ടുന്നില്ലെന്ന് ഹൗസ് ബോട്ട് ഓണേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. 2012 പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ പോർട്ടിൽ നിന്ന് ലൈസൻസ് നൽകുന്നത് നിർത്തിവെച്ചതോടെ പോർട്ട് ഉദ്യോഗസ്ഥരുടെ തന്നെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂരിൽ നിന്ന് ലൈസൻസ് എടുക്കാൻ ബോട്ട് ഉടമകൾ നിർബന്ധിതരായി. അതിനുശേഷം മറ്റു ജില്ലകളിൽ നിന്നെടുക്കുന്ന ലൈസൻസുമായി ആലപ്പുഴയിൽ സർവീസ് നടത്താൻ പാടില്ലെന്നാണ് ഒരു വിഭാഗം പ്രചാരണം നടത്തുന്നത്. എന്നാൽ IV ആക്ട് അനുസരിച്ച് രാജ്യത്ത് എവിടെ നിന്ന് ലൈസൻസ് എടുത്ത് സർവീസ് നടത്താമെന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ ലൈസൻസ് നൽകുവാനുള്ള സംവിധാനം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. അതിനാൽ ലൈസൻസ് ജില്ലയിലേക്ക് മാറ്റാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പുതിയ നിയമപ്രകാരം ലൈസൻസ് കിട്ടാനുള്ള കടമ്പകളും ഏറെയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ തൊട്ട് ഉള്ളവരാണ്. പക്ഷെ കാലത്തിനനുസൃതമായിട്ട് അപ്പോൾ പുതിയ വള്ളങ്ങളൊന്നും തന്നെ എത്തിക്കാൻ ഒക്കുന്ന സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യം പഴയ കെട്ടുവള്ളങ്ങളും തടിവള്ളങ്ങളും ഒക്കെ കാലഹരണ പോട്ട് പോകുന്നു, അല്ലെങ്കിൽ അത് കാലപ്പൊക്കിൽ പുതിയ തരം വള്ളങ്ങളിൽ എത്തേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന് പറ്റിയ വള്ളങ്ങളല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ 2017 ഞങ്ങൾ ഈ ഒരു കൂട്ടം ഈ പറയുന്ന കൊടുങ്ങല്ലൂർ അന്യജില്ല അനധികൃതം എന്നൊക്കെ പല പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ ഈ ഒരു ചെറിയ കൂട്ടം ആളുകൾ പോർട്ടിലേക്ക് പോവുകയുണ്ടായി. ആലപ്പുഴ പോർട്ട് ഹൗസിൽ നിങ്ങൾ ലൈസൻസ് തരാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്ക് ഉപജീവന മാർഗമായി ഞങ്ങൾ ഈ വള്ളങ്ങളെല്ലാം പണിയുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് അവർ പറഞ്ഞത് 2012 ഇത് നിർത്തിവെച്ചിരിക്കുന്നതുകൊണ്ട് പുതിയതായി നമുക്ക് ലൈസൻസുകൾ തരുന്നതിന് വേണ്ടി സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് കരസ്ഥമാക്കാം, നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്. സ്രാങ്ക്, ലാസ്കർ ലൈസൻസ് ലഭിക്കാനുള്ള യോഗ്യത ITI മെക്കാനിക്കൽ ട്രേഡ് നിർബന്ധമാക്കിയതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. നിയമങ്ങൾ ലഘൂകരിച്ച് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാൻ മാരിടൈം ബോർഡ് തയ്യാറാകണം. ഹൗസ് ബോട്ട് മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമല്ലെന്നും സെക്രട്ടറി അരുൺ മുട്ടേൽ, N നിസാർ, P ബൈജു, AR ഷിറാസ്, TM ഷാജി, അബ്ദുൾ റഷീദ് എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. KSF മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KS സനിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തി നാളേക്ക് നല്ലതിന് ലഹരിയോട് നോ പറയാമെന്ന മുദ്രാവാക്യവുമായി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും കഴിവുള്ള ലഹരിയുടെ വിപത്തിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഉൾക്കൊണ്ടു തോന്നുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കുടുംബത്തിലും ഏറ്റവും വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, ഈ കുടുംബങ്ങൾ ആകെ ചേരുന്ന പൊതുസമൂഹം, ആ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മാരകമായ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? നിയമം മൂലം മാത്രം കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നിയമത്തിൽ ഒത്തിരി പഴുതുണ്ട്. ഇപ്പം അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഇപ്പം കഞ്ചാവിന് പിടിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിലുള്ള കേസേ ഉള്ളൂ. കാരണം ഇത്ര ഗ്രാം വരെ കഞ്ചാവ് ഒരാൾക്ക് കൊണ്ടുപോകാം, ഉപയോഗിക്കാം, വെക്കാം, കൈവശം വെക്കാം. കേന്ദ്ര നിയമങ്ങളാണ്. ആ കഞ്ചാവുമായിട്ട് പിടിച്ചിട്ട് എന്റെ അകത്താക്കാൻ ചോദിച്ചിട്ട് അതിനൊന്നും വ്യവസ്ഥയില്ല. KSF മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ യോഗത്തിൽ അധ്യക്ഷനായി. KSF ഡയറക്ടർ ബോർഡ് അംഗം ജെനിങ്സ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. KSF ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷൻ A മുഹമ്മദ് ഇക്ബാൽ, KSF സ്റ്റാഫ് അസോസിയേഷൻ CITU ജില്ലാ സെക്രട്ടറി S ഉല്ലാസ്, KSF ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S സുശീലൻ, ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N ബിജുമോൻ എന്നിവർ സംസാരിച്ചു. KSF ആലപ്പുഴ റീജിയണൽ അസിസ്റ്റന്റ് മാനേജർ CN ജയചന്ദ്രൻ യോഗത്തിന് സ്വാഗതവും റീജിയണൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് മാനേജർ ലാലിച്ചൻ ജോസഫ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ EPCB ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി.
ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും IMA ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N. അരുൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N. അരുൺ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ സമ്പത്താണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പ്. കാര്യം ഒത്തിരി അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്ന അസുഖങ്ങൾ, ചില അസുഖങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, നമുക്ക് തടയാൻ സാധിക്കില്ല. പക്ഷെ തടയാൻ സാധിക്കുന്ന അസുഖങ്ങളെ മനുഷ്യസാധ്യമായി എല്ലാം ചെയ്ത് തടയുക എന്നുള്ളത്, അതാണ് ഈ ഒരു രോഗപ്രതിരോധ വാരാചരണത്തിന്റെ ആ ഒരു സന്ദേശം. അതായത് വാക്സിനേഷൻ, ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ മനുഷ്യസാധ്യമാണ്. എല്ലാ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും കൃത്യസമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. ഇത് ഈ സമൂഹത്തിന്റെ കടമയാണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രചരണ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിലൂടെ, നമ്മുടെ സന്ദേശത്തിലൂടെ എല്ലാ കുട്ടികളെയും എല്ലാവരെയും ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള പരിപാടികളിലുള്ളത്. വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. RCH ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C. പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. IMA കേരള സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ R. മദനമോഹനൻ നായർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, ഡോക്ടർ K. കൃഷ്ണകുമാർ, ഡോക്ടർ K. ദീപ എന്നിവർ സംസാരിച്ചു. വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് രോഗപ്രതിരോധവും കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയും വികാസവും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശാന്തിയും അമ്മമാരിലെ പ്രസവാനന്തര മാനസികാരോഗ്യവും കുഞ്ഞിന്റെ വളർച്ചയും വിഷയത്തിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ബീനയും പൂരക പോഷകാഹാര പ്രാധാന്യം കുഞ്ഞുങ്ങളിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡയറ്റീഷ്യൻ ട്രെയിനി KB ലാമിയും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴയെ തൊട്ടറിഞ്ഞ ട്വിന്നിംഗ് പ്രോഗ്രാം ശ്രദ്ധേയമായി. സാമൂഹ്യ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ NSS താലൂക്ക് യൂണിയന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും പൊതുസമ്മേളനവും മെയ് 4 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ലാപ്ടോപ്പിന്റെയും പഠനോപകരണങ്ങളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിലെ ജലയാനങ്ങൾക്ക് നിയമപിൻബലം കിട്ടുന്നില്ല എന്ന് ഹൗസ് ബോട്ട് ഓണേഴ്സ് പ്രതിനിധികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി EP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.